ചേട്ടാ നമസ്കാരം. ബി.ജെ.പിയുടെ പ്രഖ്യാപിതമായ 3 നയങ്ങളിൽ 2 നടപ്പിലായി കഴിഞ്ഞു. അതൊരെണ്ണം രാമക്ഷേത്രവും രണ്ടാമത് കശ്മീരിന്റെ 370 റദ്ദാക്കലുമാണ്. മൂന്നാമത് അവർ മുന്നിലേക്ക് വച്ചിരിക്കുന്നത് പ്രകടന പത്രികയിൽ ഏക സിവിൽ കോഡാണ്. ഈ ഏക സിവിൽ കോഡിന്റെ കാര്യം വരുമ്പോൾ ഏക സിവിൽ കോഡ് നടപ്പിലാകുമെന്നും നടപ്പിലാകില്ലെന്നും പല ആൾക്കാരും പറയുന്നു. നടപ്പിലാകുമെന്ന് ബി.ജെ.പിക്കാർ പറയുമ്പോൾ നടപ്പിലാകില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കാരണം ബി.ജെ.പിക്കാർക്ക് സഖ്യകക്ഷികളുടെ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ രാജ്യത്ത് ഒരു മതേതര നിയമം എല്ലാവർക്കും ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉടനെ കാണും എന്ന രീതിയിൽ ഒരു സംസാരം വന്നു. അപ്പോ അങ്ങനെ ഒരു സംസാരം വരുമ്പോഴും പല ആൾക്കാരും പറയുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം 1999 വാജ്പേയി സർക്കാർ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ ഏക സിവിൽ കോഡ് അന്ന് വേണ്ടാന്ന് വെച്ചത്. 2024 സമാനമായിട്ടുള്ള സാഹചര്യമാണുള്ളത്. കാരണം സഖ്യകക്ഷികളുടെ സമ്മർദ്ദം നരേന്ദ്രമോദിക്ക് വളരെ ഭീകരമായിട്ട് ഉണ്ടാകുമെന്നും ഈ ടി.ഡി.പി, ജെ.ഡി.യു, എൽ.ജെ.പി എന്നിങ്ങനെയുള്ള സഖ്യകക്ഷികൾ അവർക്ക് മുസ്ലിം വോട്ടുകൾ പ്രാദേശിക തലത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും ഇപ്പൊ വഖഫ് നിയമ ഭേദഗതി വന്നതോടുകൂടി അവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി നിൽക്കുകയാണെന്നും, അതായത് ആ മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുകൾ ഉണ്ടായെന്നും, അതുകൊണ്ട് തന്നെ ഈ സഖ്യകക്ഷികൾ പ്രാദേശിക തലത്തിലുള്ള വോട്ട് ബാങ്കുള്ള ഈ സഖ്യകക്ഷികൾ ഈ ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല എന്നും പറയും. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നാണ് അവരുടെ വാദം. ഇത് ബിചേട്ടന്റെ ഒരു നിരീക്ഷണം എന്താണ്? ഓൾറെഡി അവരത് കൊണ്ടുവന്നു കഴിഞ്ഞു. അതായത് ഒരു 2 മാസം മുമ്പ്, അതായത് ഏറ്റവും ആദ്യം അവരത് നടപ്പാക്കിയത് ജാർഖണ്ഡിലാണ്. സോറി, അതെ, ക്ഷമിക്കുക, ഉത്തരാഖണ്ഡിലാണ് അവരത് നടപ്പാക്കിയത്. ഉത്തരാഖണ്ഡ്. ബി ജെ പിയുടെ ഒരു പുതിയ രീതി, അതായത് 2019 ശേഷം, കാരണം അവർ ആദ്യം 2014-19 കാലഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്ന ചില ബില്ലുകളൊക്കെ ഇവർക്ക് ഭയങ്കര ഈ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ച് കർഷക സമരത്തിന്റെ ഒക്കെ ഒരു കാരണമൊക്കെ ആയിട്ട് മാറുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം അവർ കൊണ്ടുവരുന്ന ബില്ലുകൾ, അവർ ചെയ്യുന്ന പുതിയ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടപ്പാക്കി അതിന്റെ കോട്ടവും നേട്ടവും വിലയിരുത്തി ഭേദഗതിയിൽ വരുത്തുക, അവിടെ റൺ ചെയ്യിക്കുക. അവിടെ അത് റൺ ചെയ്ത് സക്സസ് ആണ് എങ്കിൽ അത് രാജ്യത്തിന്റെ ദേശീയ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുക, ബില്ലായിട്ട് പാർലമെന്റിൽ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഉത്തരാഖണ്ഡിൽ ഇപ്രാവശ്യം ഈ ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തന്നെ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ഒറ്റ അജണ്ട അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. അവരവിടെ വലിയ മെജോറിറ്റി ജയിക്കുകയും ഭരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ധാമി പറഞ്ഞതുപോലെ തന്നെ ഈ ഏക സിവിൽ കോഡ് അവിടെ നടപ്പാക്കി, നിയമസഭയെ പാസ്സാക്കി. അതിനുശേഷം ഇവരൊരു കരട് പുറപ്പെടുവിച്ചു. കരട്, അതിന്റെ ബില്ലിന്റെ നിയമങ്ങളൊന്നും, അതിന്റെ പല ഘട്ടങ്ങളിലും ചർച്ചകളെല്ലാം പൂർത്തിയായി. ഒരു 2 മാസം മുമ്പ് ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു. അതായത് ഈ ഉത്തരാഖണ്ഡിലെ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ഉള്ള മീറ്റിങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അതില് കോൺഗ്രസും സമാജ്വാദി പാർട്ടി ഒഴികെയുള്ള ബാക്കിയുള്ള പാർട്ടികളെല്ലാം ഈ ബില്ലിനെ പിന്തുണച്ചെത്തി എന്ന് പറയുമ്പോൾ അവര് വെറുതെ പിന്തുണയ്ക്കുന്നതല്ല, അവരുടെ സജഷൻസ് അറിയിക്കുകയുണ്ടായി. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ പാർട്ടി അസുദ്ദീൻ ഓവൈസിയുടെ AIMIM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അവരും ഇതിനകത്ത് ചില ഭേദഗതികൾ സജസ്റ്റ് ചെയ്തിരുന്നു. അതായത് നിയമം വരുന്നതിന് അവരാരും എതിരല്ല, അതിനകത്ത് ചില ഭേദഗതികൾ സജസ്റ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ അത് പ്രധാനപ്പെട്ട ഭേദഗതികൾ അത് വരുന്ന ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടതും അതിനേക്കാൾ ഉപരി ഈ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട അതിലാണ് ഒരുപാട് പേര് അതിനകത്ത് ഭേദഗതികൾ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് ആ ഈ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയതല്ല, സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ അതിലൊന്നും അഭിപ്രായം പറയാതെ നിഷ്പക്ഷമായി നിൽക്കുകയും ചെയ്തൊരു സാഹചര്യം. അവിടെ തന്നെ ഈ JDU ഉത്തരാഖണ്ഡിലുണ്ട്. നിലവിൽ JDU അവര് ഈ ബില്ലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അവിടെ ഉത്തരാഖണ്ഡിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ അവിടെ ഉണ്ടായി. അപ്പൊ അവിടെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിനെ പിന്തുണയ്ക്കുന്നു. അതായത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ അസദുദ്ദീൻ ഓവൈസിയുടെ AIMIM എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. ആ പാർട്ടി സജഷൻസ് പറഞ്ഞ് അതിന് നിൽക്കുകയായിരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ബഹിഷ്കരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും പിന്നെ അഭിപ്രായം പറയുന്നതും വ്യത്യാസമുണ്ട്. അഭിപ്രായം പറയുന്നത് ഭേദഗതി പറയുന്നു. അപ്പൊ ഓൾറെഡി അവര് അവിടെ അതിന്റെ ഈ പോരായ്മകൾ മാറ്റി ഒരു ചട്ടക്കൂട് വേണം. ഈ പൗരത്വ ഭേദഗതിയിൽ ബി.ജെ.പിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ, അവർ ഈ ആദ്യത്തെ ആവശ്യത്തിന് ബില്ല് പാസ്സാക്കിയിട്ട് അതിന്റെ ചട്ടക്കൂട് നിയമം ഉണ്ടാക്കാനായിട്ട് അവർക്ക് ലേറ്റ് ആയിട്ട് വരും. അത് അവർക്ക് ഒരുപാട് സ്വന്തം പാർട്ടിയിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാത്തതെന്ന്. കാരണം അതിന് ചട്ടക്കൂട് ഉണ്ടാക്കാൻ വൈകിപ്പോയി. പക്ഷെ ഇവിടെ ഉത്തരാഖണ്ഡിൽ അങ്ങനെയല്ല. അവരാ നിയമം കൊണ്ടുവന്നു എങ്കിൽ പോലും ചട്ടക്കൂടിന്റെ അതൊരു അവസാന ലാപ്പിലേക്ക് എത്തിയാണ്. ഇത് കൂടാതെ ഇപ്പൊ നമ്മളിപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ അവർ ഈ മുസ്ലിം മത വിഭാഗവുമായിട്ടും ഒപ്പം തന്നെ ക്രിസ്തീയ മത വിഭാഗവുമായിട്ടുമൊക്കെ ഈ ഏക സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും അവർ പൂർത്തിയാക്കി. അപ്പോൾ ആ വാർത്തയിൽ തന്നെ അത് പറയുന്നുണ്ട്, ഈ
മുസ്ലിം സമുദായത്തിനിടയ്ക്ക് അങ്ങനെ വ്യാപകമായി എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. അവര് അവരുടേതായ ചില സജഷൻസ് അതിൽ പറയുകയുണ്ടായി, ഇന്ന മാറ്റങ്ങളോട് അത് ഉം, നടപ്പാക്കണമെന്ന്. സാധാരണ അതിൽ ഏത് നിയമം വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഉം, സജഷൻസ് പറയാൻ ഒരു സമയം കൊടുക്കാറുണ്ട്. അത് പല ഭാഗത്തും സജഷൻസ് വരും. ഏക സിവിൽ കോഡിന്റെ ഈ ഉം, കരട് ഉത്തരാഖണ്ഡ് സർക്കാർ വെബ്സൈറ്റിൽ ഓൺലൈനിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അതിൽ ഉം, നമുക്കും അഭിപ്രായം പറയാം, ഇതെന്ത് വേണം ഏതെന്ന്. അങ്ങനെ ഒരു പൊതു ഉം, അഭിപ്രായം തേടിക്കൊണ്ടാണ് സാധാരണ ബില്ലുകൾ വരുന്നത്. സജഷൻസ് ഒക്കെ ഉണ്ടാകുമല്ലോ ഒരുപാട്, വേണോ ഉം, വേണ്ടതെന്ന്. ഉം, അപ്പൊ ഓൾറെഡി ഈ സാധനം അവർ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ജെ ഡി യുവിന് അതിൽ എതിർപ്പില്ല എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, ജെ ഡി യുവിന്റെ ഉം, നേതാക്കളും പറയുന്നുണ്ട് ഞങ്ങൾ ഏക സിവിൽ കോഡ് വരുന്നതിന് ഞങ്ങൾ എതിർപ്പില്ല എന്ന് പറയുന്നു. മറ്റൊന്ന് ഉള്ളത് തെലുങ്ക് ദേശം പാർട്ടിയാണ്. ഈ തെലുങ്ക് ദേശം പാർട്ടിയെ ഉം, സംബന്ധിച്ച് ഇത് മുൻപ്, അതായത് ഈ ഏക സിവിൽ കോഡ് അവരെ സംബന്ധിച്ച് പുതിയൊരു കാര്യമൊന്നുമല്ല, പുതിയതായിട്ട് അവർ കേൾക്കുന്ന കാര്യമല്ല. കാരണം ഇവര് ബി ജെ പിയുടെ കൂടെ കൂടിയിട്ട് കുറെ നാളുകളായി, ഇടയ്ക്കൊന്ന് വിട്ടുപോയെന്നേ ഉള്ളൂ. ഈ വാജ്പേയിയുടെ കാലത്ത് ഈ ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി. പിന്നെ വാജ്പേയിയും മോദിയും തമ്മിൽ ഉം, ഒരുപാട് വ്യത്യാസമുണ്ട്. വാജ്പേയി ഭരിക്കുമ്പോൾ 28 പാർട്ടികളെ കൂട്ടിക്കെട്ടിയുള്ള ഒരു മുന്നണിയായിരുന്നു. പക്ഷേ മോദിയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വിഷയം ഉദിക്കുന്നില്ല ഇവിടെ. കാരണം ആകെപ്പാടെ രണ്ട് ഉം, പാർട്ടിയേ ഉള്ളൂ. നമ്മൾ കണ്ടു, നമ്മൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു ഇപ്പൊ മോഡി താഴെ പോകും, ഇവന്മാര് പിന്തുണ പിൻവലിക്കും. ഒരു സംഭവം സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ബി ജെ പിയുടെ, നരേന്ദ്രമോദി എന്ന് ഞാൻ പറയുന്നില്ല, ബി ജെ പിയുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ ഈ സെക്യൂരിറ്റി ശരിക്കും നോക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പൊ ജെ ഡി ഉം, യുവിനും ടി ഡി പിയും മാത്രം കണ്ടുകൊണ്ടല്ല അവർ മുൻപോട്ട് പോകുന്നത്. അവര് അതിന് ബദലായിക്കൊണ്ട് YSRന്റെ കുറഞ്ഞ എം പിമാരെ ഉള്ളെങ്കിൽ അവര് മറ്റു പാർട്ടികളുടെ എം പിമാർ, ഇവരുടെ എല്ലാം പിന്തുണ ഒരു സൈഡിൽ വാങ്ങി വെച്ചിട്ടാണ് ഇവരിത് മുമ്പോട്ട് പോകുന്നത്. ഉം, അതുകൊണ്ടാണ് ഇത് ഈ വഖഫ് ബോർഡ് തന്നെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. വഖഫ് ബോർഡിന്റെ ബില്ല് ഇങ്ങനത്തെ ഒരു സർക്കാർ, ഇവർ ഈ പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ വഖഫ് ബോർഡിന്റെ ബില്ല് കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നല്ലോ. കാരണം അങ്ങനെ അതെ ഒരു അതെ. ചർച്ചയ്ക്ക് പോലും കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നല്ലോ. കാരണം ജെ ഡി യുവിന് മുസ്ലിം ഉം, വോട്ട് വേണം, ടി ഡി പിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം അത് എതിർക്കേണ്ടതല്ലേ. അല്ല, അപ്പൊ അവരെ പറഞ്ഞ് കറക്റ്റ് ചെയ്തുകൊണ്ട് അവരില്ലെങ്കിൽ ഇത് പാസ്സാക്കാൻ പറ്റും എന്നുള്ള, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഘടകകക്ഷി പിണങ്ങിയാൽ ഇവർക്ക് ഇത് പാസ്സാക്കാൻ പറ്റും. പക്ഷെ നേരിയ ഭൂരിപക്ഷം ഉണ്ടാവുള്ളൂന്നേ ഉള്ളൂ. ബില്ലുകളും ഉം, മറ്റും പാസ്സാക്കുമ്പോൾ നേരിയ ഭൂരിപക്ഷത്തിന് പാസ്സാക്കാനും പ്രയാസകരം. അത് ഒരു മോശം പ്രവണതയാണ്, അത് നേരിയ ഭൂരിപക്ഷത്തിന് ഉം, പാസ്സാക്കുക. ഉം. ഏതായാലും ഈ അവിശ്വാസം പാസ്സാകുന്ന കണക്കല്ലല്ലോ ബില്ലെന്നത് നമ്മുടെ രാജ്യത്തിന്റെ അതെ അതെ. നിയമമാണല്ലോ. അപ്പൊ ഉം, അതുകൊണ്ട് അതിനകത്ത് അവർക്ക് ഒരു ഭയമുള്ളതായി തോന്നുന്നില്ല. കാരണം ഏക സിവിൽ ഉം, കോഡ് എന്ന് പറഞ്ഞാല് ഈ രാമക്ഷേത്രത്തിന്റെ ഓളം തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് ബി ജെ പിയെ സംബന്ധിച്ച്. ഈ കാശ്മീരിന്റെ ഉം, ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നത് അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നും ആയിരുന്നില്ല. അവരുടെ മൂന്നാമതോ ഉം, നാലാമതോ അഞ്ചാമതോ ഒക്കെ വരുന്ന പ്രയോറിറ്റി ആയിരുന്നു. പക്ഷെ നേരെ മറിച്ച് ഏക സിവിൽ കോഡ് അങ്ങനല്ല. ഇത് ഈ ഉം, RSSന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങുകളിലെല്ലാം അവർ ഏറ്റവും ആദ്യം പറയുന്ന ഒരു സാധനം ഈ ഏക സിവിൽ കോഡാണ്. ഉം, രാമക്ഷേത്രം അതിന്റെ അതെ അത്രയും പ്രാധാന്യം ഇവർക്ക് ഈ 370 ഇല്ലായിരുന്നെങ്കിൽ പോലും 370 അവർ നടപ്പാക്കി. അപ്പോ പിന്നീട് വന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം, അല്ലെങ്കിൽ എന്താണ് പൗരത്വ രജിസ്റ്റർ, അങ്ങനെ കുറെ ഉം, സാധനങ്ങളുണ്ട് ഇവരുടെ ഒരു വൺ ബൈ വൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതിനൊരു പ്രയോറിറ്റി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഏക സിവിൽ കോഡ് തന്നെയായിരുന്നു. അത് പണ്ട് ഉം, പുരാതന കാലം തൊട്ടേ അവർ പറയുന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് ഉം, അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏക സിവിൽ കോഡ് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിന് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. നമ്മുടെ ഈ കോടതികൾ, ഉം, ദില്ലി ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഒക്കെ ഇത് പലവട്ടമായിട്ട് ഇത് പറയുന്നു. കാരണം അവർക്കൊരു തലവേദനയാണ് ഇന്ത്യയിലെ ഈ സ്വത്തവകാശ നിയമങ്ങളും ഒപ്പം തന്നെ ഈ ഉം, വിവാഹമോചന നിയമങ്ങളും ഒക്കെ. കാരണം ഇവിടെ ഓരോ മതത്തിനും ഉം, ഓരോ നിയമമാണ്. ഇതിനകത്ത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3-4 മതം ഉണ്ടെങ്കിലും ആ മതം അതിന്റെ രീതി പൊക്കോട്ടെ എന്ന് വെച്ചാൽ പോലും ദില്ലി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു. അതായത് ഈ ഉം, രാജസ്ഥാനിലെ മീണ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ആ മീണ വിഭാഗം ഈ രാജസ്ഥാനിലുള്ള ആ ഒരു ചെറിയ മീണ വിഭാഗത്തിന്റെ ഒരു ഉം, വ്യക്തി, ഡൈവോഴ്സ് കേസാണത്. അപ്പൊ കോടതി ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണമെന്ന് വിധിച്ചു. അപ്പൊ ഈ ഭർത്താവ്, മുൻ ഭർത്താവ് എന്നാണല്ലോ പറയുന്നത്, അദ്ദേഹം കോടതിയെ വീണ്ടും സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങള് ഹിന്ദു ആക്ട് പ്രകാരമല്ല, ഹിന്ദു പിന്തുടർച്ച അല്ലെങ്കിൽ ആ ഡൈവോഴ്സ് ഹിന്ദു വിവാഹ നിയമത്തിനനുസരിച്ചിട്ടല്ല ഞങ്ങൾ പോകുന്നത്. അപ്പൊ കോടതി വെച്ച് പിന്നെ നിങ്ങൾ ഉം, ഏത് രീതിയിലാണ് ജീവിക്കുന്നത്? അത് ഞങ്ങൾ മീണ എന്ന് പറഞ്ഞ ഉം, പ്രത്യേക ഒരു മതവിഭാഗമാണെന്ന് പറഞ്ഞു. കോടതി അവനെ ഉം, കണ്ടം വഴി ഓടിച്ചു. കോടതിക്ക് ഭ്രാന്ത് പിടിച്ചു. കോടതി പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തരും ഓരോ വിഭാഗക്കാരും വന്നിട്ട് ഞങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒന്നുമല്ല, ഞങ്ങൾ പ്രത്യേക ഉം, മതമാണ്, പ്രത്യേക വിഭാഗം, അപ്പൊ ഞങ്ങളുടെ ഉം, ആചാരപ്രകാരം ഈ ജീവനാംശം കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അന്ന് കോടതി ഉം, അവനെ അവിടുന്ന് ഓടിച്ചതിന് ശേഷം കോടതി പറഞ്ഞ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടോ, കാരണം ഞങ്ങൾക്ക് ഇതൊരു വലിയ തൊല്ലയും തലവേദനയായി മാറും. ഇതുപോലെ തന്നെ ഈ ഉം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇപ്പൊ നമ്മള് പൊതുവെ ധനുഷ ചർച്ച ചെയ്യുമ്പോഴത്തേന് ഇത് മുസ്ലിങ്ങൾക്ക് എതിർപ്പാണോ എങ്ങനെ ക്രിസ്ത്യൻസിന് എതിർപ്പാണോ എന്ന് ചോദിക്കും. പക്ഷെ ഇതിനകത്ത് വലിയൊരു ഉം, വിഷയമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഭാഗം കൂടിയുണ്ട്. ഈ വടക്കിഴക്കൻ ഉം, സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലയിലെ ഗോത്രവർഗങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയുണ്ട്.
അവർക്ക് കുറെ ഉം. വിട്ടുവീഴ്ചകൾ ഈ ഏകസിവിൽ കൂടി ചെയ്തു കൊടുത്തേ പറ്റൂ. ചെറിയ ഗോത്രങ്ങളുണ്ട്, ഉം. 27 ഗോത്രങ്ങൾക്ക് അവരുടെ ആചാരങ്ങളും ഒപ്പം തന്നെ ഈ വിവാഹ നിയമങ്ങളും പിന്തുടർച്ചാ അവകാശ ഉം. നിയമങ്ങളും അംഗീകരിച്ച് കൊടുത്തേ പറ്റും. അത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേന് ഏക സിവിൽ കോഡ് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയും. മുസ്ലിങ്ങളെ ഉം. ഉം. പോലെ തന്നെ ചില വിഷയങ്ങൾ ഉള്ളതാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനത്തിലെ ഗോത്രങ്ങൾ. ഉം. ധനുഷിന് അറിയാലോ, വടക്കിഴക്കൻ സംസ്ഥാനം ഗോത്രവർഗ മേഖലകളാണ് അവിടെ ഭൂരിപക്ഷം ഉള്ളത്. അതെ അതെ. അപ്പൊ അവർക്ക് ചില ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും ഒടുവിൽ കേട്ട കാര്യം, അവരുമായിട്ട് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. കാരണം ഈ ഗോത്രവർഗക്കാർക്ക് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക പ്രിവിലേജ് ഉള്ളതാണ്. അപ്പൊ അവരുടെ ഈ ആചാരങ്ങൾ, ഈ ഭരണഘടനയിലുണ്ട്. വിവാഹവും ഉണ്ട്, ഭരണഘടനയിൽ ഉള്ള കാര്യമാണ്. അപ്പൊ അവർക്കത് കൊടുത്തേ പറ്റൂ. അപ്പൊ അവരുടെ ആചാരങ്ങളും അല്ലെങ്കിൽ വിവാഹ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട കേസുകളും ഒക്കെ അതിന് ഉം. ചില ഇളവുകൾ കൊടുക്കും. ബാക്കിയൊന്നും ഇളവ് കൊടുക്കാനുള്ള ഉം. സാധ്യതകൾ നിലവിൽ ഇല്ല. അതാണ് ഇപ്പൊ ഉം. ഇതിനകത്തൊരു പുതിയ വിഷയം. ഇത് കോടതി പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോ എല്ലാ കോടതിയും ഉം. പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോടതിക്ക് ഒരു വലിയ കീറാമുട്ടിയും തലവേദനയുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായത്. കാരണം ഒരു ഉം. രാജ്യം, ഈ ലോകത്തെങ്ങും ഒരു രാജ്യത്ത് പല നിയമം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളാണ്. അതായത് ഒരു കാര്യത്തിൽ തന്നെ, ഒരു വിഷയത്തിൽ തന്നെ, ഇപ്പൊ ഡൈവോഴ്സ് കേസ് ആണെങ്കിൽ തന്നെ പല നിയമങ്ങളാണ്. പല ഈ സ്വ- മതവിഭാഗങ്ങൾക്ക് പല നിയമങ്ങൾ. പല നിയമങ്ങൾ അങ്ങനെ പോകുന്നു. അപ്പൊ അത് ഏകീകരിക്കേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ്. എല്ലാ രാജ്യങ്ങളിലും ഉള്ളത് പോലെ ഏകീകരിക്കുക. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് ഇനിയിപ്പോ അതിനകത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് ഇത് ഏകീകരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ വിഷയങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അത് ചർച്ചകൾ ചെയ്തിട്ട് അതിന് ഭേദഗതി വരുത്തുകയും കൂടെ വേണം. ഉം. ഏതായാലും വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഈ ബി ജെ മുസ്ലിം പിയെ സംബന്ധിച്ച് സമുദായത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു പ്രതിഷേധം ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല, ഇത് ഈ മറ്റേ മുത്തലാഖിന്റെ കാര്യം പറഞ്ഞതൊക്കെ, ഈ മുത്തലാഖ് വന്നപ്പോഴത്തേനും വലിയ പ്രതിഷേധമൊക്കെ വരുന്നു. പക്ഷെ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് ആ വിഭാഗത്തിലെ സ്ത്രീകൾക്കായിരുന്നു, ഈ മുത്തലാഖ് എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നതും ഇത് വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഈ സ്ത്രീകൾക്ക് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഏകസിവിൽ കൂടെ വരുമ്പോഴത്തേനും മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ഒരു ഗുണം കിട്ടുക. കാരണം ഈ സ്വത്ത് അല്ല, എനിക്ക് തോന്നുന്നു ഡിവൈഡ് ഇതിനെ ചെയ്യുന്ന ഉൾപ്പെടെ രഹസ്യമായിട്ട് അനുകൂലിക്കുന്ന ആൾക്കാരാണ് മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകളും ഈ പെൺകുട്ടികളുടെ പിതാക്കന്മാരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ആ, പെൺകുട്ടിയുടെ പിത പിതാക്കന്മാർ മാത്രമല്ല, കുറെ ഈ അതിനകത്ത് കുറച്ച് ഫോർവേഡ് ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടൊരു വിഭാഗമുണ്ട്, ഈ പുരോഗമന ഉം. ചിന്താഗതിക്കാർ നമ്മൾ പറയുന്നത്. അവരൊക്കെ ഇതിന് അനുകൂലം തന്നെയാണ്. അല്ല, ഇങ്ങനൊരു നിയമം ഉണ്ടല്ലോ കേട്ടോ. ഈ ആ, പെൺകുട്ടിയുടെ പിതാവ്, മുസ്ലിം പിതാവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മുസ്ലിം പിതാവിന്റെ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്ക് കിട്ടാത്തൊരു സഹോദരൻ, സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ ആ, അതെ. അത് അവരുടെ സഹോദരന് പോകുമെന്നുള്ള ഒരു വിചിത്ര നിയമമൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോ അതിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ആൾക്കാരും സ്വന്തം ഭാര്യയെ തന്നെ രണ്ടാമത് വിവാഹം കഴിച്ച് ആ നിയമത്തിനെ അസാധുവാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇതേ ആള് തന്നെ ഏക സിവിൽ കോഡിനെ എതിർക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാം വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോ ഇതിലെ വേറൊരു കാര്യം ഇവർ ഉന്നയിക്കുന്നത്, ഈ പ്രാദേശിക പാർട്ടിയായിട്ടുള്ള നമ്മുടെ ഈ ഇയാളുണ്ടല്ലോ, ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിന് കണ്ണുമടച്ച് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ മാതൃഭൂമി അടക്കം എഴുതിയിരിക്കുന്നത്. കാരണം മുസ്ലിം വിഭാഗങ്ങളുടെ താല്പര്യം അയാൾക്ക് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അയാൾ ഇപ്പൊ ആന്ധ്ര ഭരിക്കുകയാണല്ലോ. കാരണം ആ ഭരണം അയാളുടെ കയ്യിൽ നിന്നും അടുത്ത തവണ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ അയാൾക്ക് മുസ്ലിം വിഭാഗങ്ങളുടെ താല്പര്യം ഉറപ്പാക്കി മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നിതീഷ് കുമാർ പറയണ്ട, നിതീഷ് കുമാർ അത് അനുകൂലിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ ചന്ദ്രബാബു നായിഡുവിന്റെ കാര്യം നമുക്ക് പ്രശ്നമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ടോ? ചന്ദ്രബാബു നായിഡുവിന്റെ ഇത് ഞാൻ പറഞ്ഞത്, ഇത് ഏറ്റവും കൂടുതൽ ഈ പ്രചരണത്തില് ഏകസിവിൽ കൂടെ വന്നാൽ ഒരു മതവിഭാഗം ഇല്ലാതാകും എന്നുള്ള പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ വീഴ്ത്താൻ പോകുന്നത് ഈ മതമൗലികവാദ സംഘടനകളും പ്രതിപക്ഷമൊക്കെ നമ്മുടെ ഈ സാധാരണപ്പെട്ട മുസ്ലിംസിന്റെ ഇടയ്ക്ക് ഇതൊരു പാനിക്കാക്കും. അത് യു പി, ഉം. അത് ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യൻ പാനിക്കാകാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ കർണാടക, കേരള, അതുപോലെ തന്നെ ഉം. മറ്റേ ആന്ധ്രാപ്രദേശ് ഒക്കെയാണ്. അതായത് അവിടുത്തെ ഇവര് പൗരത്വ ഭേദഗതി വന്ന് ഇപ്പൊ പറഞ്ഞതുപോലെ ഉം. നിങ്ങളെല്ലാം ഉം. ഇവിടുന്ന് ഇപ്പൊ ഇല്ലാതാക്കാൻ പോകുന്നു, നിങ്ങളെയൊക്കെ ഇവിടുന്ന് നാടുകടത്താൻ പോകുന്നു, ഇനി നിങ്ങൾക്ക് ഉം. വലിയ എന്താണ് ഒരു പൗരനെന്നുള്ള യാതൊരു പ്രയോറിറ്റിയും ഇല്ല എന്നൊക്കെ അന്ന് ഭയപ്പെടുത്തിയത് പോലെ ഇതിനകത്ത് ഒരു ഭയപ്പെടുത്തലുണ്ട് ഈ സാധനം. പക്ഷേ ഉം. ഉം. ഈ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ടുകൾ കൊണ്ട് മാത്രമല്ല അവിടെ ഈ ചന്ദ്രബാബു നായിഡു ജയിച്ചു കയറിയത്. അവിടെ ജഗനെതിരെ ഉണ്ടായിരുന്ന ഒരു വലിയ ആ, ഒരു ഭരണവിരുദ്ധ വികാരം. ഭരണവിരുദ്ധ വികാരം ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു മുസ്ലിം വോട്ട് മാത്രമായിരുന്നു നേരത്തെങ്കിൽ അവിടെ ഈ മറ്റേ ഈ അവിടുത്തെ ഉപമുഖ്യമന്ത്രി, ഓയിസിയാണോ? അല്ല, ഉപമുഖ്യമന്ത്രിയുടെ നടന്റെ പേര് ഞാൻ മറന്നുപോയി, ആന്ധ്രയിലെ പവൻ കല്യാൺ. പവൻ കല്യാൺ. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അത് നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. അത് അല്പം കൂടെ തീവ്രമായ ഹിന്ദു ചിന്താഗതിയുള്ള ഒരു പാർട്ടിയാണ്. അവര് സീറ്റ് നേടിയില്ലേ, ബി ജെ പി സീറ്റ് നേടിയില്ല. അപ്പൊ അത് മുസ്ലിം വോട്ട് കൊണ്ട് മാത്രം
ഈ രാജ്യത്ത് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയിക്കാൻ കഴിയൂ. അപ്പൊ എല്ലാവരും കൂടെ ഉം, ഒത്തുപിടിച്ചാൽ മാത്രമേ ഒരു സ്ഥലത്ത് ജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ, ഏത് സ്ഥലത്തായാലും. ഉം, പിന്നെ ഈ ജയപരാജയങ്ങൾ എന്നല്ല പറഞ്ഞ ഈ ജയവും തോൽവിയുടെ ഒരു ബേസ് ഔട്ട് ഉണ്ടല്ലോ. ഇപ്പൊ മുസ്ലിം ഉം, മാത്രം ഒരു സ്ഥലത്തേക്ക് കൺസോളിഡേറ്റ് പെട്ട് കഴിഞ്ഞാൽ മറ്റ് വിഭാഗങ്ങൾ, മുസ്ലിം ഇതര മത വിഭാഗങ്ങളും വേറൊരിടത്തേക്ക് അത് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും ആ വോട്ടുകൾ. ഉം, ജഗൻ ഉം, തോറ്റതും ചന്ദ്രബാബു നായിഡു കയറിയതും തമ്മിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലെ വിഷയങ്ങളുണ്ട്. കാരണം ജഗന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ക്രൈസ്തവവൽക്കരണം, പ്രത്യേകിച്ച് ഈ ബന്ധുക്കോസ സഭകൾക്ക് വാരിക്കോരി നൽകാൻ സഹായം ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഉം, ഉം, മുസ്ലിംസിനും ഉം, ഒരു വലിയ വിഭാഗം ഉം, പിന്നെ ഹിന്ദുക്കൾക്കും ഒരു പ്രതിഷേധം ഉണ്ടാകും. അത് ബേസിക്കലി ഉള്ളൊരു കാര്യമാണ്. ഉം, പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു വിഭാഗത്തിന് മാത്രം ലഭിക്കുന്നു എന്നൊരു ഒരു 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 പരാതി ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഉം, പരാതി, ജഗന്റെ പാർട്ടിക്കാർക്ക് തന്നെ വലിയ പരാതി ഉണ്ട്. ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് അർഹമായ സാധനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിലൊന്നും നടക്കുന്നില്ല. അതായത് ഉം, സ്വന്തം ഉം, പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി തീരും. അത് തന്നെയാണ് ആ ജഗന് സംഭവിച്ചൊരു കാര്യം. അതല്ലാതെ ജഗൻ എങ്ങനെയാണ് അധികാരത്തിൽ കയറിയത്? അഴിമതിക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ട് ഈ ചന്ദ്രബാബു നായിഡുവിന്റെ അഴിമതി കഥ പറഞ്ഞിട്ടാണ് ജഗൻ അധികാരത്തിൽ വരുന്നത്. ആ ജഗൻ തന്നെ അഴിമതിയുടെ ചെറിയ അഴിമതി ഒന്നുമല്ല, വലിയ അഴിമതി ആരോപണങ്ങളാണ് ജഗൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കേസുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉം, പശ്ചാത്തലത്തിൽ വീണ്ടും ചന്ദ്രബാബു നായിഡു, ഞാൻ അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു ചർച്ച ഇവിടെ പറഞ്ഞിരുന്നത്, അധികം വൈകാതെ ഈ പവൻ കല്യാൺ ആന്ധ്രയില് ഒരു കാലത്ത് മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് പറയുന്നത്. ഉം, കാരണം ഉം, ഈ ജഗൻ, ചന്ദ്രബാബു നായിഡു അവർ പരീക്ഷിച്ച് മടുത്തു. നമ്മുടെ കേരളത്തിലെ പോലെ ഇടത് വലത് ഇതും പരീക്ഷിച്ച് മടുത്തു. ഇവിടെയാണ് മറ്റേ ഈ പവൻ കല്യാണിന്റെ ഒരു എൻട്രി നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം. പക്ഷെ പവൻ പവൻ കല്യാൺ കല്യാണിന്റെ കുറച്ചുകൂടെ പാർട്ടി അവിടെ കരുത്തനായി വളരെ വലിയ രീതിയിൽ വളരുമല്ലേ? ജനസേന വളരെ ഇത് ഇനിയും. വളരുന്നുണ്ട്. പക്ഷെ അതിന്റെ വളർച്ച അത് നശിപ്പിക്കുന്നത് ബി ആയിരിക്കും. അവരുടെ ഒരു ലൈനാണ് ഇത് ഓ. രണ്ടും. ഫ്ലേവർ ഒന്നാണ്. അപ്പം അത് ഉം, ബി നശിക്കും. പക്ഷെ അത് എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ നമ്മുടെ ഇപ്പൊ വിഷയം അതല്ലാത്തതുകൊണ്ട് ഏക സിവിൽ കോഡാണ് നമ്മുടെ വിഷയം. ഏതായാലും ഏക സിവിൽ ഉം, കോഡ് വരുമ്പോഴത്തേനും ഒരു കാര്യമായ എതിർപ്പ് ഉണ്ടാകാനിടയില്ല. സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ടി ഡി പിയുടെ അഭിപ്രായം പറയുമായിരിക്കും. പക്ഷെ ഉം, അതിനകത്ത് ഉം, അപ്പുറത്തേക്ക് അവർ കാര്യമായി ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ചിട്ട് ഇത് കൊണ്ടുവരികയും വരുന്ന സമയത്ത് നമ്മുടെ പാർലമെന്റിൽ ചില പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ ഉം, വാക്കൗട്ട് നടത്താനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്, സഭ ബഹിഷ്കരിക്കാൻ. അപ്പോൾ ഏതാണ്ട് ടോട്ടൽ നമ്പേഴ്സ് കുറവായിരിക്കും ലോക്സഭയിൽ. ആ കുറവുള്ള ഉം, 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 നമ്പേഴ്സ് പാസ്സാക്കി എടുക്കാൻ പറ്റും. ശബ്ദം വോട്ടോടെ ഉം, പാസ്സാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ അനവധി ഇതുണ്ട്. സംഭവം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സ്വാഭാവികമായും ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പോളിസി ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഉം, JDU-വും TDP ഒക്കെ ധനുഷ് പറഞ്ഞ പോലെ മുസ്ലിംസിന് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അവരവരുടെ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള യോജിപ്പുണ്ടല്ലോ. അതാണല്ലോ ഇപ്പൊ ഉം, എല്ലായിടത്തും ഉം. നടക്കുന്നത്, വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള യോജിപ്പ്. നിങ്ങൾ ഈ പറഞ്ഞത് ഉം. മുഴുവൻ എനിക്ക് അത്ര സ്വീകാര്യമല്ല, പിന്നെ നടക്കട്ടെ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഉം, നമ്മൾ കണ്ടിട്ടില്ല. ചില കാര്യങ്ങൾക്ക് വരുമ്പോൾ ചില ഉം, മുതിർന്ന ആളുകൾ പറയുന്നുണ്ട്, എനിക്ക് വലിയ ഉം. താല്പര്യമൊന്നുമില്ല, പിന്നെ നിങ്ങൾക്കൊക്കെ അത് താല്പര്യമാണെങ്കിൽ നടക്കട്ടെ, എനിക്ക് അത് വിരോധമില്ല. അത് രണ്ട് അവസാനമായിട്ട് സ്റ്റാൻഡിനും കൂടെ ഒന്നിച്ചെടുക്കുക. ആ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇത് ഒരുപാട് നാളായിട്ട് വരും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മോദി ചെങ്കോട്ടയിൽ ഇത് പറഞ്ഞും കഴിഞ്ഞു. ഇനി അടുത്ത ഇൻഡിപെൻഡൻസിന് മുമ്പെങ്കിലും ഏക സിവിൽ കോഡ് നടപ്പിലാകുമോ? ഉറപ്പായിട്ടും വരും. കാരണം അതിനൊരു കാരണം എന്ന് വെച്ചാൽ 2025 ഈ RSSന്റെ 100ാം വാർഷികം. ഉം, അപ്പോ ഉം, അവരെ സംബന്ധിച്ച് അവരുടെ എക്കാലത്തെ RSSന്റെ രൂപീകരണ കാലം തൊട്ട് ഏക സിവിൽ കോഡ് അവരുടെ പ്രധാന മുദ്രാവാക്യം. അപ്പൊ അവർ ഈ 100ാം ഉം, വർഷം തികയ്ക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം ആയിരുന്നു, ഉം, അവരുടെ 100ാം വർഷം തികയ്ക്കുമ്പോൾ ഇന്ത്യയിൽ ഒരു RSS പ്രചാരകൻ അധികാരത്തിൽ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഉം, അവരുടെ ആഗ്രഹം പൂർണ്ണമായും ഇതായി. കാരണം അവരുടെ നിയന്ത്രണത്തിൽ ഒരു സർക്കാർ, ഉം, രാഷ്ട്രപതി മുതൽ താഴോട്ട് ഇങ്ങോട്ടായി. അവരുടെ ഒരു മുതിർന്ന ഉം, പ്രചാരകനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പൊ ഉം, അവർക്ക് അവരുടേതായ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അവർക്ക് ഈ 100ാം വാർഷികത്തിൽ അവർക്കത് നടപ്പാക്കണം. കാരണം അവർ രാമക്ഷേത്രം അവരുടെ വലിയ മുദ്രാവാക്യമാണ്, നടപ്പാക്കി 370 നടപ്പാക്കി. ഇതെല്ലാം RSSന്റെ അജണ്ടകളാണ്. ഉം, അപ്പൊ അവരെ സംബന്ധിച്ച് ഏക സിവിൽ കോഡ് 2025 RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാന ഹൈലൈറ്റ് ഏക സിവിൽ കോഡ് നടപ്പാക്കിയതാണ്. അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, അവര് ഈ 100 വർഷമായിട്ട് പണിയെടുത്ത കാര്യത്തിലാണ് ഇപ്പൊ അവർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഉം, എന്തായാലും അടുത്ത സെഷനോ ഇല്ലെങ്കിൽ അതിനടുത്ത സെഷനോ, രണ്ട് കാര്യമുണ്ട് ധനുഷ് അതിനകത്ത്. ഒന്ന്, ഇത് വരുമെന്ന് പറയാനുള്ള ഒരു കാരണം, ഞാൻ ഈ 2025 RSSന്റെ 100ാം വാർഷികമായിട്ട് ഒരു കാരണം. ഉം, രണ്ടാമത്തെ ഉം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഈ നിർണായകമായ 5 തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതെ ജാർഖണ്ഡ് അതെ അതെ. ഉൾപ്പെടെ ഹരിയാന. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഉം, ഹരിയാന. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് BJPക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഏതാണെന്ന് അറിയാമോ? ഉം. മഹാരാഷ്ട്രയാണ്. അവിടെ മഹാരാഷ്ട്ര. അതെ അതെ. അപ്പൊ അവിടത്തേക്ക് ഒരു വലിയ വിഷയം ഇട്ട് കൊടുക്കണം. ഇപ്പം നിലവിലത്തെ സാഹചര്യം ഈ മഹാരാഷ്ട്രയിലെ ഈ ഉമ്മാരുടെ ഭരണമൊന്നും വലിയ ഗുണമെന്നുള്ളതല്ല. ഈ ഷിൻഡെയും ഉം, പിന്നെ ഫട്നാവിസും ഒക്കെ വലിയ ഒരു മെച്ചമൊന്നും ഇല്ല അതിനകത്ത്.
അതിനകത്ത് ജനങ്ങൾക്ക് ഒരു വലിയ ഒരു അഭിപ്രായവും ഇല്ല ആ ഭരണത്തിനകത്ത്. അപ്പൊ അവിടെ ഈ ഏക സിവിൽ കോഡ് വന്ന് ഇതെല്ലാം കൂടെ പാടെ മാറി മറിഞ്ഞു പോകും. അപ്പൊ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഇവർക്ക് BJP നിർണായക തെരഞ്ഞെടുപ്പ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും കൂടെ കണക്ക് കൂട്ടിക്കൊണ്ട് ഒന്നുകിൽ ഈ നമ്മുടെ ഈ ഈ തണുപ്പ് കാലത്ത് ഉള്ള പാർലമെന്റ് സെഷൻ ഉണ്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ ദീപാവലിക്ക് മുമ്പ് പാർലമെന്റ് സെഷൻ, ശീതകാല സമ്മേളനത്തിന് മുമ്പ് ഒരു ഈ ഉത്സവകാലത്തിന് മുമ്പ് ഒരു പാർലമെന്റ് സമ്മേളനമുണ്ട്. അതായത് ശീതകാലത്തിന് മുമ്പ്, അതായത് ദീപാവലിക്ക് മുമ്പ് നമ്മുടെ പാർലമെന്റ് ഒന്ന് കൂടും. അതിനുശേഷം പിന്നെ പിരിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തൊന്നും തുറക്കത്തില്ല. കാരണം ദീപാവലി ആഘോഷമൊക്കെ ആയിട്ട് MP-മാരൊക്കെ ഓരോ സ്റ്റേറ്റിലൊക്കെ പോകും. അതിന് അത് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അത് പറയാൻ കാരണം ഈ ദീപാവലി മിക്കവാറും ഒക്കെ വരുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും. ഈ നവംബറോട് കൂടി തന്നെയാണ് ഈ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ളത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം എന്തായാലും അടുത്ത പാർലമെന്റ് സെഷനിൽ അവരിത് കൊണ്ടുവരും. ഇതിനകത്ത് ഒരു കൗതുകം കൂടെ ഞാൻ കാണുന്നുണ്ട്. ഈ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2027 ഇവരെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ്, നിയമസഭ. അപ്പം എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഐഡിയയിൽ ഈ BJP-ക്കാരുടെ ഒരു രീതി അനുസരിച്ച് വേണമെങ്കിൽ അവന്മാര് ഇത് പാർലമെന്റിൽ കൊണ്ടുവരും. ഏക സിവിൽ കോഡ് പാസ്സാക്കത്തില്ല, ഇത് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് ഇത് വലിയ ചർച്ചയാക്കി മാറ്റും രാജ്യം മുഴുവൻ. ഇപ്പൊ എല്ലാ മീഡിയാസും എല്ലാവരും ഇത് തന്നെ ഒരു ചർച്ചയാകും. ഈ ചർച്ച കൊണ്ട് മാത്രമേ അവന്മാർക്ക് ഈ 2024 ഇലക്ഷൻ മറികടക്കാൻ പറ്റും. ചർച്ച ഇങ്ങനെ നീണ്ടുപോവുകയാണല്ലോ സാധനം. നവംബറിൽ ഇലക്ഷനുമാണ്, നവംബറിലേക്ക് ഇലക്ഷൻ വരും, നവംബറിലോ. അപ്പൊ ആ ഇലക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇത് 2025 ചിലപ്പോ ഇത് പാസ്സാക്കി, ചിലപ്പോ ശീതകാല സമ്മേളനത്തിൽ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സമ്മേളനത്തിൽ ഇത് പാസ്സാക്കി എടുക്കാൻ കുറച്ചുകൂടി ഈസിയാ. അതിന് രണ്ട് രീതിയുണ്ട്. അവരൊന്നെങ്കിൽ ഇപ്പോഴത് പാർലമെന്റ് നെക്സ്റ്റ് സമ്മേളനത്തിൽ ഇവരിത് പാർലമെന്റിൽ കൊണ്ടുവരും, അത് പാസ്സാക്കില്ല, പകരം ഇത് ചർച്ചയ്ക്ക് വിടും. ഈ സാധനം ചർച്ചയ്ക്ക് വിട്ടിട്ട് ഇതൊരു വലിയ ഹൈലൈറ്റ് ഈ വകുപ്പ് ബോർഡ് വരാനൊക്കെ വരുമെന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്, യാതൊരു സംശയമില്ല. വരുമെന്ന കാര്യം ഡെഫിനറ്റ് ആണ്. പക്ഷെ പല ആൾക്കാരും പറയുന്നത് സഖ്യകക്ഷികളുടെ നിലപാട് നരേന്ദ്രമോദിക്ക് ഈ ഏക സിവിൽ കോഡ് വരുമ്പോൾ നിർണായകമാണ് എന്നുള്ളതാണ്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ബിചേട്ടൻ പറയുന്നത്. സഖ്യകക്ഷികളുടെ നിലപാട് നിർണായകമായിരുന്നെങ്കിൽ വഖഫ് ബോർഡിന്റെ ആ നിയമ ഭേദഗതി ഒന്നും വരില്ലായിരുന്നു. വഖഫ് ബോർഡിന്റെ നിയമ ഭേദഗതിയാണ് സത്യം പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡിനെ മുസ്ലിം ജനസംഖ്യയുടെ അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക നേതാക്കളുടെ ചങ്കിടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതുപോലും പുഷ്പം പോലെ പാസ്സായിപ്പോയി. അതിൽ ചർച്ചകളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പല മുസ്ലിം സമുദായങ്ങളും ഷിയ അടക്കമുള്ള സമുദായങ്ങൾ അടക്കം BJP അനുകൂലിക്കുകയാണ് ചെയ്തത്. നരേന്ദ്രമോദിയെ കണ്ടത് നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആ സാഹചര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് അടക്കം വരാനുള്ള സാധ്യതയുണ്ട്. വിചേട്ടൻ പറയുമ്പോൾ ഇനി അത് ദീപാവലിക്ക് മുമ്പ് വരുമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചർച്ച വലിയ രീതിയിൽ ആളിക്കത്തിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഓക്കെ, താങ്ക് യു വിചേട്ടൻ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.